അമേരിക്കയിൽ H1B/L1 വിസകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എങ്ങോട്ട് പോകും? അവർ ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് കൂടുതൽ സാധ്യത. ബ്ലൈൻഡ് എന്ന ആപ്പിൽ നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത 45% ഇന്ത്യക്കാരും ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. ബ്ലൈൻഡ് എന്നത് പ്രൊഫഷണലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു അനോണിമസ് ആപ്പാണ്. 26% പേർ മറ്റൊരു രാജ്യത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ 29% പേർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അമേരിക്ക വിട്ടുപോകാൻ അവരെ മടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞ ശമ്പളമാണെന്നാണ് 25% ആളുകളും പറയുന്നത്. 24% ആളുകൾ ജീവിത നിലവാരത്തിലെ കുറവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ സംസ്കാരവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളാണ് 13% ആളുകളും പറയുന്നത്. 10% പേർ കുറഞ്ഞ തൊഴിലവസരങ്ങളിലാണ് ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി US വർക്ക് വിസ തിരഞ്ഞെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 35% പേർ മാത്രമേ താല്പര്യപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള 65% പേർ ഉറപ്പില്ല എന്ന് പറഞ്ഞു. ചിലർക്ക് ഇതിനോട് എതിർപ്പുണ്ട്. ഇത് അമേരിക്കൻ കുടിയേറ്റത്തിനോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ സൂചനയാണ്. ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-ൽ ഒരാൾക്ക്, അതായത് 35% പേർക്ക് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് US വിട്ടുപോകേണ്ടി വന്നു. വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നാട് കടത്താനുള്ള സാധ്യതയുമുണ്ട്. H1B വിസ ഉടമകൾക്ക് 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ സമയം കഴിയുന്നതിന് മുൻപേ നാട് കടത്തൽ നോട്ടീസ്, അതായത് NTA ലഭിക്കുന്നു എന്ന് പരാതിയുമുണ്ട്. ജോലി നഷ്ടപ്പെട്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ NTA ലഭിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഇത് US നിന്ന് സ്ഥിരമായി പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. സാധാരണയായി H1B വിസയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ 60 ദിവസം ലഭിക്കും. എന്നാൽ 2025 മുതൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ NTA ലഭിക്കുകയാണ്. മെറ്റാ യൂസർ ബ്ലൈൻഡിൽ എഴുതിയത് ഇങ്ങനെയാണ്: 2 ആഴ്ചക്കുള്ളിൽ NTA ലഭിച്ച നിരവധി കേസുകളുണ്ട്. ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ രാജ്യം വിട്ടു പോകാൻ ഇമിഗ്രേഷൻ അഭിഭാഷകർ ഉപദേശിക്കുകയാണ്. അല്ലെങ്കിൽ US നിന്ന് സ്ഥിരമായി പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കുന്നത് നിർത്തണമെന്ന ട്രംപിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ നീക്കം കമ്പനികൾക്ക് ഗുണകരമാകുമെന്നും 63% US ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് കമ്പനികൾക്ക് ദോഷകരമാകുമെന്ന് 69% ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും വിശ്വസിക്കുന്നു. ഈ സർവേ ബ്ലൈൻഡിൽ 2025 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 8 വരെ നടത്തിയതാണ്. ഓഗസ്റ്റ് 8-ന് H1B വിസ നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശത്തിന് US ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് അനുമതി നൽകിയിട്ടുണ്ട്. വെയ്റ്റഡ് സെലക്ഷൻ പ്രോസസ് ഫോർ രജിസ്ട്രൻസ് ആൻഡ് പെറ്റീഷനേഴ്സ് സീക്കിംഗ് ടു ഫയൽ ക്യാപ് സബ്ജക്ട് H1B പെറ്റീഷൻസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ പരിഗണനയിലാണ്. മൂർത്തി ലോ ഫേമിന്റെ പ്രസിഡന്റും CEOയുമായ ഷീല മൂർത്തി പറയുന്നത്, പുതിയ നിയമം H1B വിസയുടെ ഇപ്പോഴത്തെ ലോട്ടറി സമ്പ്രദായം മാറ്റി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിയമത്തിന്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാണ്. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് ഇത് പരീക്ഷിച്ചിരുന്നു. 2021 ജനുവരിയിൽ ട്രംപിന്റെ ഭരണത്തിന്റെ അവസാനത്തിൽ H1B ലോട്ടറി തെരഞ്ഞെടുപ്പ് ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് വിജയിച്ചില്ല. പുതിയ നിയമം പഴയ നിയമം പോലെ ആകാനാണ് സാധ്യതയെന്ന് മൂർത്തി ലോ ഫേമിന്റെ അറ്റോർണിയായ ജോയൽ യാനോവിച്ച് പറയുന്നു. MSM യൂണിഫൈയുടെ സ്ഥാപകൻ സഞ്ജയ് ലോൾ പറയുന്നത്, H1B സെലക്ഷൻ ഇപ്പോൾ ഒരു ലോട്ടറി പോലെയാണ്. നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മുടെ പേര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ രീതിയിൽ ഭാഗ്യം ഒരു ഘടകമാകില്ല. USCIS H1B വിസയ്ക്ക് നൽകുന്ന ശമ്പളം നോക്കി ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്നതിൽ നിന്ന് തുടങ്ങി വാർഷിക പരിധി എത്തുന്നവരെ തിരഞ്ഞെടുക്കുമെന്നാണ്. പ്രതിവർഷം 85,000 H1B വിസകളാണ് അനുവദിക്കുന്നത്. അതിൽ 65,000 സാധാരണ അപേക്ഷകർക്കും 20,000 US മാസ്റ്റർ ബിരുദധാരികൾക്കും അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. അപേക്ഷകൾ ഈ പരിധി കവിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ലോട്ടറി നടത്തും. ടെക്നോളജി കമ്പനികൾ ഈ പ്രോഗ്രാം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. യാനോവിച്ച് പറയുന്നത്, പുതിയ നിയമം 2021 നിയമം പോലെയാണെങ്കിൽ തുടക്കക്കാർക്ക് H1B വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് പുതിയതായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ദോഷകരമാകും എന്നാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.